കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒസങ്കടി മുതൽ നമ്മുടെ തലപ്പാടി വരെയാണ്. വലിയ മാറ്റങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ ഉപ്പള മുതൽ തലപ്പാടി വരെ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് 40 കിലോമീറ്റർ മുഴുവനായിട്ടും മെയ് മാസത്തോടു കൂടി തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ULCC. അപ്പോൾ ഏകദേശം വർക്കും 90% വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വർക്ക് പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത്. നമ്മുടെ തലപ്പാടി മുതൽ നമ്മുടെ ഉപ്പള വരെ ഏകദേശം ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തെ ലൈൻ മാർക്കിംഗ് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒസങ്കടി കഴിഞ്ഞുള്ള ഭാഗത്തെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് 6 വരി പാത വരുന്നത്. നിലവിലിപ്പോൾ 2 ഭാഗത്തായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് റോഡ് ഇടത് ഭാഗത്തായിട്ട് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ ഏരിയയാണ്. ഇനി നടപ്പാതയുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത്. നമ്മളങ്ങനെ ബങ്കര ഭാഗത്തുള്ള പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. ഇവിടെ സർവീസ് റോഡ് ഉണ്ട്. നമ്മളെ കുക്കാർ ഭാഗത്തും സർവീസ് റോഡ് കൂടിയാണ് MNB നിർമ്മിക്കുന്നത്. അവിടെ അവസാനഘട്ട ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കുന്നത്. എന്തായാലും ഈ ഒരാഴ്ചയോടുകൂടി ആ ഭാഗങ്ങൾ മുഴുവനായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ പൊസോട്ട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊസോട്ടിൽ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഉയരത്തിലാണ് ഇവിടെ 6 വരി പാത വരുന്നത്. നമ്മുടെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് നല്ല താഴ്ചയിലാണ് വരുന്നത്. ഇവിടെ കയറ്റിറക്കുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് നല്ല ഉയരത്തിലായിരുന്നു വരുന്നത്. നേരത്തെയുള്ള ദേശീയപാത ഈ ഇടത് ഭാഗത്തോടു കൂടിയായിരുന്നു പോകുന്നത്. അപ്പോൾ മണ്ണെടുത്തിട്ടാണ് ഇവിടെ ദേശീയപാത 6 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്. വലതു ഭാഗത്തായിട്ട് നടപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടത് വശത്തെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ ഈ വലതു ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് പൊസോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട്. അപ്പോൾ 2 വശത്തോട്ടും വാഹനങ്ങൾ ഇപ്പോൾ 6 വരി പാതയിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വലതു ഭാഗത്ത് ലൈൻ മാർക്കിംഗ് ഇനിയും നടത്താൻ ബാക്കിയുണ്ട് കേട്ടോ. ഈ ഇടത് ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ 6 വരി പാതയുടെ മുഴുവനായിട്ടുള്ള ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ചേശ്വരം വരെ ലൈൻ മാർക്കിംഗ് മുഴുവനായിട്ടും ഇരുവശത്തോട്ടും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മഞ്ചേശ്വരം കഴിഞ്ഞ് നമ്മളെ കരോട മേൽപ്പാലത്തിന് മുകളിലായിട്ട് വലതു ഭാഗത്തായിട്ട് നിലവിലിപ്പോൾ ലൈൻ മാർക്കിംഗ് നടത്തുകയാണ്. ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടിയായിരുന്നു നേരത്തെയുള്ള ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലതു ഭാഗങ്ങളിൽ നല്ല ഉയരമുള്ള കുന്നുകളായിരുന്നു. മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് ഇവിടെ 6 വരി പാത നിർമ്മിച്ചിട്ടുള്ളത്. വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ ഉയരം നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ഉയരത്തിൽ, അതിനേക്കാളും ഉയരത്തിൽ കുന്നുകളുണ്ടായിരുന്നു. അപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് റീഅലൈൻമെൻറ്റ് നടന്നിട്ടുണ്ട്. നമ്മൾ മഞ്ചേശ്വരം ഗോവിന്ദപൈ കോളേജിൻ്റെ അടുത്തുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെയായിട്ട് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ കാണുന്നത് കേട്ടോ.
നമ്മുടെ മഞ്ചേശ്വരം ഭാഗങ്ങളിൽ മുഴുവനായിട്ടും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇരുവശത്തോട്ടും നടപ്പാതയുടെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ചേശ്വരം ടൗണിൽ ഇരുവശത്തോട്ടും ആളുകളും വിദ്യാർത്ഥികളും. അപ്പോൾ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ റോഡിന് കുറുകെ ക്രോസ് ചെയ്യുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വലിയ അപകടം പതിയിരിക്കുന്ന സ്ഥലം കൂടിയാണ്. നേരത്തെ ഈ ഭാഗങ്ങളിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇരുവശത്തോട്ടും റോഡ് ക്രോസ് ചെയ്താൻ സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നിർബന്ധമാണ്. മഞ്ചേശ്വരം കഴിഞ്ഞ് കരോട ഭാഗത്താണ് അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ദൃശ്യം പലപ്പോഴും നമുക്ക് ഈ ഭാഗങ്ങളിൽ പോകുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. മഞ്ചേശ്വരം കഴിഞ്ഞുള്ള ഭാഗത്ത് ചെറിയൊരു MNB വരുന്നുണ്ട്. അപ്പോൾ ഈ വലതു ഭാഗത്തുള്ള റോഡ് 3 വരിപ്പാത ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കരോട പാലത്തിൻ്റെ മുകളിലായിട്ട് ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇരുവശത്തോട്ടും സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ പോവുകയാണ്. കൂടാതെ മംഗലാപുരം ഭാഗത്തോട്ട് ലൈൻ മാർക്കിംഗ് 3 വരിപ്പാതയിൽ കഴിഞ്ഞ് അത് കൂടി വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. കരോട കഴിഞ്ഞുള്ള ഈ വലതുഭാഗത്തായിട്ട് നമുക്കൊരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. നിലവിലിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ മുകളിലായിട്ട് ലൈൻ മാർക്കിംഗ് നടക്കുകയാണ്. വലതുഭാഗത്തായിട്ട് നടപ്പാതയുടെ നിർമ്മാണം മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്ത് ഇനിയും നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടത് ഭാഗത്തായിട്ട് നമുക്കൊരു മെർജിങ് പോയിന്റ് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് വരാൻ സാധ്യത ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കുദ്യാവാർ മാട ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവനായിട്ടും 6 വരിപ്പാതയിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ് വാഹനങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ലൈൻ മാർക്കിംഗ്, ലൈൻ ട്രാഫിക് റൂൾ തെറ്റിച്ചാണ് പല വാഹനങ്ങളും ഈ റോഡ് കൂടി കടന്നു പോകുന്നത്. ഇടതുഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ചേശ്വരം കുഞ്ചത്തൂർ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ചത്തൂർ ടൗണിൽ ചെറിയൊരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജാണ് ടൗൺ കഴിഞ്ഞ് അനുവദിച്ചിട്ടുള്ളത്. ഒരു സമയം ഒരു കാറിന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള അണ്ടർ പാസേജാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത്. കുഞ്ചത്തൂരിൽ ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ്. മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് 6 വരിപ്പാത നിർമ്മിച്ചിട്ടുള്ളത്. ഈ വലതുഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ചത്തൂർ കഴിഞ്ഞുള്ള ഭാഗത്താണ് ഈ അണ്ടർ പാസേജ്
അനുവദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ആറുവരി പാതയിൽ സൈൻ ബോർഡിൻ്റെ നിർമ്മാണം മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലപ്പാടി മുതൽ നമ്മുടെ മഞ്ചേശ്വരം എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ മുഴുവനായിട്ടും വർക്കുകൾ ഏകദേശം 95% വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ 90% വർക്കുകൾ ഫിനിഷായിട്ടുണ്ട്. മെയ് മാസത്തോടു കൂടി തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കാസർഗോഡ് പോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ച്, കോഴിക്കോട് ബൈപ്പാസ് എന്നിവിടങ്ങളിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ തന്നെ രണ്ടാമത്തെ റീച്ചായ നമ്മുടെ ചെങ്കള നീലേശ്വരം റീച്ചിൽ വർക്ക് എന്തായാലും 1 വർഷം എടുക്കും ഫിനിഷാവാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ കുഞ്ചത്തൂർ കഴിഞ്ഞ് തലപ്പാടി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തലപ്പാടി ഭാഗം എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ടൊരു ഫുട് ഓവർ ബ്രിഡ്ജ്, അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ഈ ഇടതുഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് സ്റ്റാർട്ടാവുന്ന ഭാഗമാണ് നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാരുകൾ നമുക്ക് നല്ല റോഡുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും, സർക്കാർ നമ്മുടെ നികുതി പണമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ നികുതി പണം കൂടി തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ റോഡുകൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി കടമയാണ്. വളരെ വിഷമകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ മഞ്ചേശ്വരം ഈ തലപ്പാടി കഴിഞ്ഞുള്ള ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് വേസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്, റോഡിൻ്റെ ഫുട്പാത്തിൽ ഇട്ടിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണിക്കാം. നമ്മുടെ ഈ ദേശീയപാത വികസനത്തിന് വീഡിയോ ചെയ്യുന്നവരെല്ലാവരും ഈ വീഡിയോ എടുത്ത് പ്രതികരിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ULCCൻ്റെ ആളുകൾ ഇത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ വീണ്ടും ഇവിടെ വേസ്റ്റുകൾ തട്ടിയിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പുതുതായി ഉദ്ഘാടനം പോലും നിർവഹിക്കാത്ത റോഡ് മേലാണ് ഈ വൃത്തികേട് കാണിച്ചിരിക്കുന്നത്.